മാഷേ മാഷേ ആ എന്താ മാഷേ? ഒന്ന് നിന്നേ. അതെ മാഷേ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മാഷേ? മാഷേ, കഴിഞ്ഞ വർഷം കണക്കിന് പിള്ളേർക്കെല്ലാം മാർക്ക് കുറവായിരുന്നു. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താ മാഷേ മാർക്ക് കുറഞ്ഞ്? അതാ ഞാൻ പറയാൻ വന്നു. കഴിഞ്ഞ കൊല്ലം എന്റെ പീരീഡ് മൊത്തം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. ഞാൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ പിള്ളേരത് കൂട്ട ഉറക്കുവാ. ഞാൻ എന്തു ചെയ്യണം? പറ മാഷ്, പറ. ഉറങ്ങുന്നവന്റെ ഒരെണ്ണം കൊടുത്തിട്ട് അങ്ങോട്ട് പഠിപ്പിക്കണം. പിന്നെ അല്ല മാഷ മാഷ മാഷെ, സ്കൂള് തുറന്നതേ ഉള്ളൂ. എനിക്ക് ഇനി ചെന്നിട്ട് പീരീഡ് ഒക്കെ സെറ്റ് ചെയ്യണം. അതാ പറഞ്ഞത്. ആ PT പീരീഡ് ഒഴിവാക്കി ആ പീരീഡ് എനിക്കിതാ. അല്ലെങ്കിൽ PT പീരീഡ് വേണ്ട. അതങ്ങനെ ശരിയാവും? എന്തുവാടാ സാറേ, ഈ ക്ലാസ് തോരുന്നിടം വരെ ഈ മഴയൊന്ന് മാറ്റി വെക്കാവോ? എന്തുവാടാ? അയ്യോ സാറേ, തെറ്റിപ്പോയി. ഈ മഴ തോരുന്നിടം വരെ ക്ലാസ് ഒന്ന് മാറ്റി വെക്കാവോ? നീ ആദ്യം ക്ലാസ് ആണോ മഴയാണോ പെയ്യുന്നതെന്ന് പോയി മലയാളം ക്ലാസ്സിൽ പോയി പഴയടാ. പോടാ പോടാ. അയ്യോ PT സാറേ. അയ്യോ, PT മാഷാന്നല്ലോ പോയത്. മിക്കവാറും പൊഴുപ്പ് പീരീഡും കിട്ടുന്ന ലക്ഷണമാ. Look, Mr. Principal, this type of groups regularly irritating me. So, I need additional classes. മാഷെ ഇങ്ങനെ വന്നോ. മാഷെ, എങ്ങനെയെങ്കിലും PT സാറിനോട് പറഞ്ഞു 2 പീരീഡ് പ്ലീസ്. മാഷേ, അതെ, കഴിഞ്ഞ കൊല്ലം കെമിസ്ട്രിക്ക് പിള്ളേർ വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് ഇക്കൊല്ലം PT-യുടെ 2 ക്ലാസ് തരണം. നടക്കത്തില്ല. നിങ്ങളുടെയൊക്കെ പീരീഡുകളിൽ നിങ്ങൾക്ക് എന്തുവാ പണി? എല്ലാവരും PT പീരീഡ് തള്ളിക്കയറി വരും. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിന് ചുറ്റും വിസിൽ അടിച്ചിട്ട് നടക്കണം. നടക്കത്തില്ല. ആ PT സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. സാറിനെ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പകുത്തെടുക്കാനല്ല. പിള്ളേർ ഗ്രൗണ്ടിന് ചുറ്റും 3-4 റൗണ്ടോടെ ഓടിയാൽ ഈ പറയുന്ന മാത്സ് കെമിസ്ട്രി ഒക്കെ പിള്ളേരുടെ തലയിലോട്ട് കയറും. അതുകൊണ്ട് PT പീരീഡ് പകുത്തെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനതിന് അനുവദിക്കത്തില്ല. ക്ലാസ്